ഗൈസ് ഇപ്പം നമ്മൾ ഇന്ന് ശോഭ സിറ്റിന്ന് സൂത്രവാക്യം മൂവി ഉണ്ട്. പടം കാണാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസി അലോഷ്യസ് ആൻഡ് ഷൈൻ ടോം ചാക്കോ ഈ രണ്ടുപേരാണ് ഈ പടം കാണാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനോട് മുന്നോടിയായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും വിൻസി അലോഷ്യസിൻ്റെ ഒരു പരാതിയും അത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഒരുപാട് ന്യൂസ് ചാനലുകളൊക്കെ അന്ന് ഏറ്റെടുത്തിരുന്നു. ആ സമയത്ത് ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ച രീതിയും കാര്യങ്ങളും ഇപ്പം ലാസ്റ്റ് ഫിലിം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ സംസാരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടത്. അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് വികാരഭരിതനായി വിൻസി അലോഷ്യസ് പറയുന്നുണ്ടായി. അതിനാണ് ഷൈൻ ടോം ചാക്കോ പിന്നെ ഫുൾ ടെൻസ്റ്റാണ് പറയുന്നത്. ആളുടെ ഫാദറിൻ്റെ മരണം, അതിനനുസരിച്ച് ആളുടെ മാറ്റങ്ങളും ആൾ ലഹരിയോട് അടിമപ്പെട്ട ആൾ കുറേ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാറാനുള്ള ചിന്താഗതി കാര്യങ്ങൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല, പുതിയൊരു മനുഷ്യനായി ഞാൻ തിരിച്ചു വരുന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ ഫിലിം പ്രൊമോഷൻ വീഡിയോസ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിന് പോകാൻ കാരണം. അപ്പോൾ ഈ പടത്തിൻ്റെ ഉണ്ണി വ്ളോഗ്സ് പറയുന്ന പോലെ, ഉണ്ണിയേട്ടൻ പറയുന്ന പോലെ ഇതിൽ മെയിൻ പോസിറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഈ പടത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്. പിന്നെ എനിക്ക് ഈ പടത്തിൽ ഒരു തെയ്യം സോങ് ഉണ്ട്, എരിക എന്ന് പറഞ്ഞത്. പക്ഷേ ആ തെയ്യം സോങ്ങുകളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ വിൻസി അലോഷ്യസ്, ദീപക് പരോൾ ആൻഡ് ഷൈൻ ടോം ചാക്കോ ഈ 3 പേര് ആണ് ഈ പടത്തിൽ മെയിനായിട്ടുള്ളത്. അവരുടെ മോശമില്ലാത്ത പെർഫോമൻസുകൾ. പിന്നെ ഈ പടം എന്ന് വെച്ച് നമ്മൾ കേട്ടുമെടുത്തൊരു സബ്ജക്റ്റാണ്, നമ്മൾ ഒരുപാട് ഫിലിമിൽ കണ്ട സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രത്യേക ഒരു സംഭവമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഈ പടത്തിന് മെയിൻ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പടം മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-21 വയസ്സായുള്ളൊരു വീട്ടിൽ അവർക്കൊരു അനീതി പിറക്കാണ്. അയാൾ ഫാമിലിയിൽ അവർക്ക് ചേട്ടൻ്റെ അനീതി പിറക്കുന്ന സമയത്ത് ആ ചേട്ടൻ നേരിടേണ്ട വിഷയങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നൊരു കഥയാണ്. ഇത് നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ പേര് വന്ന് ക്രിസ്റ്റോ സേവിയർ എന്നാണ്. നല്ലവനായൊരു ഇൻസ്പെക്ടറാണ്, SHO ആണ് ആള്. SI ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷന് മുകളിലുള്ള ആള് മാത്സ് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അതായത് മുന്നോട്ട് പോകുന്നു. ആള് നാട്ടിൽ നല്ലവനായ ഒരാളാണ്, നല്ലവനായ ഉണ്ണിയാണ്. എല്ലാ കാര്യത്തിലും ഇടപെടും, പിള്ളേർക്ക് പഠിക്കുന്നത്. നല്ല രസം പിടിച്ചൊരു ക്യാരക്ടറാണ്. അത് ഷൈൻ ടോം ചാക്കോ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് ആൾ മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിൻസി അലോഷ്യസ് ഒരുപാട് സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ പടത്തിൽ ആൾ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആൾക്ക് വളരെ കുറച്ച് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള റോളൊന്നല്ല. ആൾ ടീച്ചറെ തന്നെയാണ്. ഇപ്പോൾ പല കുട്ടികളും ആളെ ക്ലാസ്സിലിരിക്കാതെ നമ്മുടെ ക്രിസ്റ്റോ സേവിയർ എന്ന ഷൈൻ ടോം ചാക്കോൻ്റെ പോലീസുകാരൻ്റെ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ രസം പോലെ തോന്നി. പിന്നെ ഇൻ്റർവെൽ വരയ്ക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ഞാനൊരു സിമ്പിൾ പടം കാണുന്ന രീതിയിൽ തന്നെയാണ് പ്രതീക്ഷിച്ച് കയറി. എനിക്ക് വലിയ ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബേസിൽ തന്നെയാണ് ഞാൻ പടം കണ്ടത്. ഇൻ്റർവെലിന് ശേഷം പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു പടം, ഒരു ചെറിയ സിനിമ, ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന, ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ആ ലെവലിലായിരുന്നു കൊണ്ട് കാണാൻ പറ്റിയ മൂവി. ഈ പടത്തിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കാസ്റ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു, ആകെ മെയിനായിട്ട് ഈ 3 കാസ്റ്റിംഗേ ഉള്ളൂ. മെയിനായിട്ട് വരുന്ന കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ദിവ്യ എം നായർ വരുന്നുണ്ട്. പിന്നെ അനഗനീറ്റ് എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു നായികയായിട്ട് വരുന്നുണ്ട്. പിന്നെ നസീഫ് ബീബി, ഒരു 2 പേരും ഫുൾ ടൈം ഈ പടത്തിലുണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധാനം വരുന്നത് ഉജിൻ ജോസ് ചിറമ്മലാണ്. റൈറ്റർ റജിൻസിസ് ബാബു. അപ്പം അങ്ങനെ പോകുന്നൊരു ചെറിയ പടമാണ്. ഒരു കാസ്റ്റിംഗ് ഒക്കെ വളരെ ചെറിയ കാസ്റ്റിംഗ്. ഈ 3 പേരാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു അപകടം സംഭവിക്കുന്ന, അപകടത്തിലൂടെ പോകുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാം. നമുക്ക് ചെറിയ എക്സ്പെക്ടേഷനിൽ ഇരുന്ന് കാണാൻ പറ്റിയൊരു ചെറിയ മൂവി. ഞാൻ ഈ പടം കാണാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ആ വിഷയങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നൊരു പടം. പിന്നെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഒരു മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് ഇത് കണ്ടതാണ്, ആളുടെ ഇൻ്റർവ്യൂവിൽ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഭയങ്കര ഒരു കാണാനൊരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടിയിരുന്നു. നിങ്ങൾ 3 പേരെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 പെൺകുട്ടികളുണ്ടായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ബാക്സിൽ ചേട്ടാ, അത് ഫിലിമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഈ കുട്ടികൾ വീഡിയോ എടുക്കുമ്പോൾ ആൾ വന്ന് ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അവിടെ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത് അവർ വന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്തോ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 4-5 പേരായിട്ടാണ് ഈ പടം കണ്ടത്. 4 പേരായിട്ടാണ് ഈ പടം കണ്ടത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ ഇരുന്ന് കണ്ടു. ഒരു ചെറിയ മൂവി എന്നുള്ള എക്സ്പെക്ടേഷനിൽ ഇരുന്ന് കണ്ടു. അങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഇന്ന് കണ്ടിരിക്കാവുന്ന ഒരു മൂവി. ഒപ്പീനിയൻ വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഈ പടത്തിൽ പറയാനില്ല. ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ ഇതിൽ കണക്റ്റായിട്ട് തോന്നി. ടോട്ടലി ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു മൂവി, ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. കണ്ട് തീർത്ത് ഇറങ്ങിപ്പോകുന്നു. നമ്മൾ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ഇരുന്ന് കണ്ട് വലിയ കാണുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞ വളരെ പ്രതീക്ഷയിൽ പോയിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ഇതൊരു പ്രതീക്ഷ ഇല്ലാതെ പോയിട്ട് കണ്ടിരുന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ. ബൈ.